ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത് ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, ഓക്കെ? അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകിച്ചൊരു കാഷ്വലായിട്ടുള്ള ഒരു ദിവസമല്ല. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നൊരു ദിവസമാണ്. ഡ്യൂട്ടിക്ക് പോകുന്ന നേരത്ത് നമുക്ക് എന്തെങ്കിലും കണ്ട് സംസാരിക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഗൈസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വോയിസ് ഓവർ കൊടുക്കാത്തതെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വോയിസ് ഓവർ ഒന്നും കൊടുക്കാത്ത. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൈറ്റ് വന്നിട്ട് ലുസൈലാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നത് പുത്തൻചേട്ടനാണ്. പുള്ളിക്കാരൻ ആലപ്പുഴക്കാരനാണ്. അങ്ങനെ നമ്മൾ പിന്നെ സൂപ്പർവൈസറുണ്ട്, പുള്ളിയുടെ പേര് ആഷിഖ് എന്നാണ്. പിന്നെ നമ്മൾ വേറെ ടെക്നീഷ്യന്മാരുണ്ട്, സത്രോഹനും ഉള്ള അലാവുദ്ദീനും. അങ്ങനെ നമ്മൾ വക്രയൊക്കെ കഴിഞ്ഞ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഖത്തറിൻ്റെ ഓരോരോ കാഴ്ചകൾ. ഇതൊക്കെ നമ്മൾ മെയിൻ ഏരിയയിലോട്ട് മെയിൻ കോർണിഷ് ഏരിയയിലോട്ടൊന്നും എത്തിയിട്ടില്ല. ഇതിപ്പോൾ അങ്ങോട്ട് കോർണിഷ് ഏരിയയിലോട്ടൊക്കെ പോകുന്നതാണ്. നമ്മൾ ലുസൈൽ പോയത് കോർണിഷ് ഏരിയ വഴിയാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ വന്ന് എന്തെങ്കിലും വിശേഷപ്പെട്ട സ്ഥലം കൊണ്ടേ കാണിച്ചുതരാം. പിന്നെ വരുന്നതാണ് നമ്മുടെ മെട്രോ പില്ലേഴ്സാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മളിവിടുത്തെ മെട്രോ പോകുന്നത്. മെട്രോ നമ്മുടെ അവസാനം വരെ ഉള്ളത് വക്ര വരെ മെട്രോയുടെ അവസാനം. മെട്രോ നമ്മളെ ഖത്തറിൽ തന്നെ ഏറ്റവും വലിയൊരു മെയിൻ ഗതാഗതം തന്നെ മെട്രോയാണ്. പിന്നെ ഖത്തറിൽ ഓരോരോ കാഴ്ചകൾ. ഖത്തറിൽ മരങ്ങളില്ലെന്ന് മരുഭൂമിയിൽ പിന്നെ ഉള്ളതാണ് ഖത്തറെന്നും എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. ഖത്തർ മാക്സിമം എത്രയൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടോ അതൊക്കെ നോക്കിയിട്ടുണ്ട്. അത് നമ്മളെ നാട് പോലെ നശിപ്പിക്കാറൊന്നുമില്ല. എത്ര മരങ്ങൾ അവർ വെച്ച് പിടിപ്പിക്കൂ അതേപോലെ അവർ പരിപാലിക്കുന്നുമുണ്ട്. നമ്മളെ മരങ്ങൾ നാട്ടിലാണ് ഒരു മരം വെച്ച് കഴിഞ്ഞാൽ അതിനെ പിടിച്ചെന്ന് ഒഴിക്കുക, മറ്റതൊഴിക്കുക, അതിനെ നശിപ്പിക്കുക, അതൊക്കെ അതിനുള്ള വഴികളെങ്ങനെ കണ്ടെത്തുക എന്നൊക്കെയുള്ള കാര്യം ആർക്കും പരിപാലിക്കാനൊന്നും അറിയത്തില്ലല്ലോ. പക്ഷേ ഇവിടെ ഉള്ളത് എങ്ങനെയാണ് അവർ പരിപാലിക്കുന്നത് കണ്ടോ? സൈഡിലൊക്കെ ഈന്തപ്പനകളും ആ ഈന്തപ്പനകളൊക്കെ അതിനെ സൂക്ഷിക്കുന്നത് തന്നെ കാണണം. അതിനൊക്കെ എന്ത് കെയറിങ് ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒരു ചെറിയൊരു ചെടിയുണ്ടെങ്കിൽ അതിനെ സൂക്ഷിക്കുന്നവർ എന്ത് ബെറ്ററായിട്ടാണ്. നമ്മളെ നാട്ടിലുള്ള ഭരണാധികാരികളും മറ്റവരും മറിച്ചവരും ഈവൻ നമ്മളായിരുന്നാൽ പോലും കണ്ടു പഠിക്കേണ്ടതാണ്. നമുക്ക് നാട്ടിലുള്ളതുകൊണ്ട് നമുക്ക് അതിന് വില കൊടുക്കുന്നില്ല. ഇത് കണ്ടുപഠിക്കേണ്ട മെയിൻ സാധനം. നമ്മൾ എന്തിനെ പരിപാലിക്കുന്നതെന്നും എങ്ങനെ പരിപാലിക്കണമെന്നും ഇവർ നമുക്ക് കറക്റ്റ് കാണിച്ചു തരും. അതിപ്പോൾ നിങ്ങൾക്ക് ഈ മരങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഈ വണ്ടിയിൽ കൂടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരിക്കൽ നേരിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുമാത്രം പച്ചപ്പാർന്നുള്ള സ്ഥലമാണെന്ന് നോക്കി. മാക്സിമം പച്ചപ്പാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. പച്ചപ്പാർന്നു ഉദ്ദേശിച്ചത് ഉണ്ടോ? എന്തുമാത്രം ഈന്തപ്പനകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതുണ്ടോ? പിന്നെ വേറെ തന്നെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കോർണിഷിൻ്റെ അവിടെ എത്താറായി. ഇതുകൊണ്ടാണ് നമ്മൾ ഖത്തറിൻ്റെ വേറെ രൂപം കാണുന്നത്. ഇതുവരെ നമ്മൾ എൻ്റെ റൂമോട്ട് ഇങ്ങോട്ട് വരുന്ന വരെ നമ്മൾ ചെറിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മളൊരു ഖത്തറിൻ്റെ ഒരു മുഖച്ഛായ മാറുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ബീച്ചാണ്. ഇവിടെ ഒരുപാട് ബോട്ട്സും കാര്യങ്ങളുണ്ട്. ഫ്രൈഡേ വീക്കെൻഡ്സ് കാര്യങ്ങളിലൊക്കെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബോട്ട് സവാരി ഉണ്ട്. നമുക്ക് ടീമായിട്ടോ നമ്മൾ എത്ര പേരായിട്ടോ നമുക്ക് കുറച്ച് പേരായിട്ടൊക്കെ ടീമായിട്ട് നമുക്ക് ഹൗസ് ബോട്ടിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. പിന്നെ ഇതൊക്കെ ഉണ്ടോ കാഴ്ച മാറിയതുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മാനം ചുംബിച്ച് നിൽക്കുന്ന കെട്ടിടങ്ങൾ നമുക്ക് കാണാം. മാനത്തെ തലോടുന്ന ബിൽഡിങ്സ് നമുക്ക് കാണാം. നമ്മളെ നാട്ടിൽ കണ്ടതുപോലെയല്ല. നമ്മൾ നാട്ടിൽ നിന്ന് സിനിമയെ കാണുന്ന ടൈമിൽ നമ്മൾ കണ്ടുപഠിച്ച സാധനം. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ആ കെട്ടിടങ്ങൾ ഓരോരോ കൺസ്ട്രക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാലേ നമ്മളെ കണ്ണ് തട്ടിപ്പോവും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലായി. ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടോ, അവരെങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ നീറ്റ്നെസ്സും കാര്യങ്ങളും കണ്ടോ. ഇത് നമ്മളെ നാട്ടിലെ കണ്ട് പഠിക്കേണ്ടതാണ്. അത് കണ്ട് പഠിക്കേണ്ടതല്ല, നമ്മളെ ഭാവിയിലുള്ള കൺസ്ട്രക്ഷനിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. എന്നാൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് നല്ല വലുതാകും, വളരും. നമുക്ക് ഇതേപോലുള്ള ബിൽഡിങ്സൊക്കെ നമ്മുടെ നാട്ടിലും വേണ്ടേടേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗൈസ്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഗൈസ്? എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.
എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് വെച്ചാൽ നമ്മൾ നല്ല നല്ല ബിൽഡിങ്സൊക്കെ നമ്മൾ നല്ലൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസ്ട്രക്ഷനിലൊക്കെ നല്ല കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മളെ നാടും ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നമുക്ക് നല്ല കാര്യത്തിലൊക്കെ നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പറയുകയും ചെയ്യും, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുണ്ട്, നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഉണ്ടെന്ന് പറയാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഖത്തറിൻ്റെ നമ്മൾ നിയമസഭ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഖത്തറിൻ്റെ നിയമ ഉപദേശികമായിട്ടുള്ള മന്ദിരവും ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ കാണുന്നത് ഇതിപ്പോൾ എല്ലാ ദിവസവും ഇവിടെയാണ് ഇവിടെ രാജകുടുംബമാണെങ്കിൽ അവിടെ മെയിൻ ആൾക്കാരൊക്കെ ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കോർണിഷിൻ്റെ അടുത്തൊരു ഭാഗമാണ് ആ സൈഡിൽ നമ്മൾ കാണുന്നത്. നമ്മളുടെ കോർണിഷ് വന്നിട്ട് ഇങ്ങനെ സർക്കിളായിട്ടാണ് ഇങ്ങനെ റൗണ്ട് അടിച്ചിങ്ങനെ പോകണം. ആ കാണുന്നൊക്കെ ബിൽഡിങ്സൊക്കെ നമ്മൾ ഖത്തറിൻ്റെയൊക്കെ ഓഫീസും അപ്പോൾ ഖത്തറിൻ്റെ എല്ലാ മെയിൻ സാധനങ്ങളും അവിടെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ആയാലും എല്ലാവരും ഖത്തറിൻ്റെ ഒരു മുഖച്ഛായ എന്ന രീതിയിൽ കാണുന്നതാണേ. അതാണ് ഗൈസ് അതിലുള്ളത്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതെല്ലാം അവിടുത്തെ ഹോട്ടൽസും കാര്യങ്ങളും അതിൻ്റെ കൺസ്ട്രക്ഷൻ, മെയിനായി ഇവിടുത്തെ കൺസ്ട്രക്ഷനാണ് ഗൈസ്. അതാണ് കിടിലം, അതാണ് പറയാതിരിക്കാൻ പറ്റാത്തത്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഒരു രക്ഷയില്ലാത്ത കൺസ്ട്രക്ഷനാണെന്ന് വെച്ചാൽ ഓരോ ബിൽഡിങ്ങും ഉണ്ടാക്കിയ കൺസ്ട്രക്ഷൻ വേറെ ലെവലാണ്. പിന്നെ ഇവിടുത്തെ വണ്ടികൾ കാര്യങ്ങൾ എല്ലാം പൊളിയാണ്. നമ്മൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്തുള്ള കാറുകളും മറ്റതും മറിച്ചതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഉള്ളൊരു എന്നാ പറയാനാ ഒരു വ്യഗ്രത, ഒരു ആകാംക്ഷ അതിൻ്റേതാണ്. ഇതിപ്പോൾ വന്നിട്ട് ഞാനിപ്പോൾ 1 വർഷം 2 വർഷം ആവാൻ പോവുക. അതിന് വന്ന ടൈമിൽ എനിക്ക് ഇതേപ്പോൾ ഇത്ര പൊക്കമുള്ള ബിൽഡിങ്സൊക്കെ കാണുമ്പോൾ ഇങ്ങനെ താഴ്ന്നു നോക്കുമായിരുന്നു. ഫസ്റ്റ് ക്യൂരിയോസിറ്റി ഒന്നും എനിക്കിപ്പോൾ ഇല്ല. കണ്ട് സ്ഥിരം എപ്പോഴും കാണുന്നതല്ലേ. അങ്ങനെ കണ്ടോ, ഇതിപ്പോൾ കണ്ട ബിൽഡിങ്സിനെ കണ്ടോ, എല്ലാ ബിൽഡിങ്സിനും ഓരോരോ വെറൈറ്റി കൺസ്ട്രക്ഷനാണ്, ഓരോ സ്റ്റൈലാണ്. അത്രയ്ക്കും മനോഹരമാണ് സാധനം. ഇതിനെക്കാട്ടി മനോഹരമുള്ള രാജ്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ രാജ്യം വിട്ട് ഞാൻ ഇപ്പോൾ പുറത്ത് പോകുന്നത് ആദ്യമായിട്ട് വരുന്നത് ഖത്തറായതുകൊണ്ട് ഞാൻ പറയും ഇത് നമ്മൾ കോണ്ടൻ ടവർ കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ പേര് വേറെ എന്തോ നമ്മൾ കോണ്ടൻ ടവർ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് നമ്മൾ പിന്നെ ഖത്തർ പ്രോസിക്യൂഷൻ ഓഫീസാണ്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ പറയാനുള്ളത് അവിടെ ഉള്ളത്. പിന്നെ ഈ ഖത്തറിലെ മെയിൻ സാധനങ്ങൾ ഖത്തർ എനർജി, ഖത്തർ വാട്ടർ, കരാമ കാര്യങ്ങളെല്ലാം ഇവിടെ ആയിരിക്കും വരുന്നത്. ഖത്തറിൻ്റെ ഒരു മെയിൻ സിറ്റി ഇതാണ് ദോഹ, മെയിൻ സിറ്റിയാണ് കേട്ടോ ദോഹ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നത് ലുസൈൽ അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ സിഗ്നലിൽ വയ്ക്കുക. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. നമ്മൾ ലുസൈലോട്ട് പോകുന്നത്. നമുക്ക് വന്നിട്ട് ടെലികോം ഫീൽഡാണ് ജോലി. നമ്മൾ ഓറിഡയുടെയും വോഡഫോണിൻ്റെയും പണിയൊക്കെ എടുത്ത് ചെയ്യുന്നതാണ് നമ്മൾ അവരുടെ 5G മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് MOI എന്ന് വെച്ചാൽ മിനിസ്റ്റർ ഓഫ് ഇൻറ്റീരിയർ. അവരാണ് ഖത്തറിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പോൾ അവരുടെ ഓഫീസാണ്, അവരുടെ പിന്നെ അക്കൗണ്ട്സും കാര്യങ്ങളും അവരുടെ ആ ഒരു ഓഫീസാണ്. ആ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുക. ഇപ്പം 5Gയുടെ ഇൻഡോർ വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇതൊക്കെ അതിനകത്തൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല. ഞാൻ ചെറിയ രീതിയിലൊക്കെ എടുത്തതേ ഉള്ളൂ. ഇതാണ് നമ്മളെ റൂമാണ്, ഇതാണ് നമ്മുടെ ടെലികോം റൂം. ഇതിപ്പോൾ ഇതിനകത്തുള്ള കേബിൾസൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ ബാക്കി സ്പ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആ റെഡ് ആയിട്ട് റോൾ ചെയ്ത് വെച്ചിരുന്ന ഫൈബറൊക്കെ ഇതൊക്കെ പാച്ച് കോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പ്ലൈസ് ചെയ്യാനാണ്. ഇതെല്ലാം കഴിഞ്ഞ് സ്പ്ലൈസിങ് എല്ലാം കഴിഞ്ഞ് പാച്ചിങ് എല്ലാം കഴിഞ്ഞ് പവറൊക്കെ കൊടുത്തിട്ടുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ ഇനി പവർ കൊടുത്ത് ലേബലിംഗ് ഒക്കെ ചെയ്ത് റെക്ടിഫിക്കേഷനൊന്നും കഴിഞ്ഞിട്ടില്ല. റെക്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റുന്നത് അതറിയാമല്ലോ. പിന്നെ ഇതാണ് പുറത്തുള്ള വ്യൂസ്, ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. ഇതാണ് പുറത്തുള്ള വ്യൂസ്. ഈ ബിൽഡിങ്ങിലാണ്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ. അവിടെ തീരാറായി, ഒട്ടുമിക്ക പണിയും തീരാറായി. അങ്ങനെ ഞാനിപ്പോൾ ആ സൈറ്റിൽ കുറച്ച് ദിവസമായിട്ട് കൂടെ എത്തിയിട്ട് 2-3-4 ദിവസമാണ്. ഈ കാണുന്ന ബിൽഡിങ് കണ്ടോ, ഇതൊക്കെ കറക്റ്റ് ബോക്സി ടൈപ്പായിട്ട് ചെയ്ത് വെച്ചിരുന്നുണ്ട്. അതേപോലെ ബിൽഡിങ്ങാണ് ഇത്. നമ്മുടെ മെയിൻ ടെലികോം റൂമാണ്.
ഈ മെയിൻ ടെലികോം റൂമിലാണ് നമ്മുടെ മുകളിലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ICയും DC-യും കാര്യങ്ങളും എല്ലാം ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് പണികളുണ്ടായിരുന്നു എനിക്കവിടെ. അപ്പോൾ അതൊക്കെ ചെയ്തോട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അറിയാത്ത പലരും കാണും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും കൂട്ടൊക്കെ നിങ്ങൾ പറയാം. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുക. രാത്രിയിലുള്ള ഖത്തറിൻ്റെ രൂപം എങ്ങനെയാണെന്നാണ് ഞാൻ ഇത് കാണിക്കണത്. ഇതിപ്പോൾ എത്തിയിട്ടില്ല മെയിൻ സിറ്റിയിലോട്ട്, ദോഹയിലോട്ടൊക്കെ ഓറഞ്ചിലോട്ടൊക്കെ വരുന്നതാണ്. ഇത് നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ രാവിലെ കണ്ട നമ്മുടെ നിയമസഭ പോലെ ഉള്ള സംഭവം അതാണ്. റൈറ്റ് സൈഡിൽ ആ ലൈറ്റ് ഇട്ട് വെട്ടിത്തിളങ്ങുന്നത്. പിന്നെ രാത്രി സത്യം പറഞ്ഞാൽ ഖത്തർ കാണാൻ വേറൊരു ഭംഗിയാണ്. അതുകൊണ്ട് ആ കൊടി പറക്കുന്നത് കണ്ടോ റൈറ്റ് സൈഡ്. ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ എല്ലാ രാജ്യക്കാരുടെയും എല്ലാ രാജ്യങ്ങളുടെയും കൊടി ലെഫ്റ്റ് സൈഡിലുണ്ട്. അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ അടുത്തൊരു ദിവസമാണ് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഡ്യൂട്ടിയില്ല. നമ്മളിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇവിടെ തൊട്ടടുത്തുള്ള ഗ്രാൻഡ് മാളിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുവാണ്. പിന്നെ എന്നാ ഇവിടെ തൊട്ടടുത്ത് തന്നെയാ ഷാഫിനും ഹരിച്ചേട്ടനും ഉണ്ട്. ഹരിച്ചേട്ടനുണ്ട്. പിന്നെ എന്നാ നമ്മളിവിടെ ചെറിയൊരു പർച്ചേസിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെയാ. അതൊക്കെ താമസിച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്രാൻഡ് മാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് വരാം. പോയിട്ടല്ല, ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോസ് എടുക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും കാണിച്ചു തരാം അവിടെയുള്ള വിശേഷങ്ങളെല്ലാം. ഓക്കെ, ബൈ ഗൈസ്. യെസ്, നമ്മളങ്ങനെ ലുലുമാൾ എത്തിയിരിക്കുകയാണ്. ലുലുമാൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ലുലുമാളിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. ഞാനുണ്ട്, ഹരിച്ചേട്ടനുണ്ട്, ഷാഫിനുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളിവിടെ ഇനി മുഖം കാണിക്കാൻ പറ്റത്തില്ല, നമ്മളെ പിടിച്ച് ജയിലിട്ട് കളയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാം. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യാം. അവിടെ നിന്ന് പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ പിന്നെ കയറി പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. ലേറ്റായി പോയി. പിറ്റേ ദിവസം പിന്നെ ഡ്യൂട്ടിക്കും പോകണം. അതുകൊണ്ട് പിന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ വേറെ വിശേഷവും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് എൻ്റെ 2 ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇട്ടത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. മേ ബി ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഈ പൊട്ടൻ എന്നാ കാണിക്കണേന്ന് തോന്നാം. എൻ്റെ ഇഷ്ടം ഞാൻ അങ്ങ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. ഞാൻ ഇതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. പിന്നെ എന്നാ, എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു കഴിവ്. എനിക്ക് കുറച്ച് വീഡിയോ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഷെയറുകയും ചെയ്യുക. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.